Hi friends, welcome back to my channel. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ രീതിയിൽ ചെയ്യുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഉദ്ദേശം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, വെബ്സൈറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിനകത്ത് വരുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഒരു അനാലിസിസ് നടത്തും. അതിനകത്ത് കണ്ടൻറ് അനാലിസിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വെബ്സൈറ്റിനകത്തുള്ള കണ്ടൻറ് ചെക്കിങ്, അതായത് SEOയുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണീക്ക് ആൻഡ് റെലവൻറ്റ് കണ്ടൻറ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിനെ ചുറ്റിയാണ് ബാക്കി മൊത്തം കാര്യങ്ങൾ SEOയ്ക്കകത്തിരിക്കുക. അപ്പോൾ SEOയുടെ ബേസിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനത്തിൽ ഒന്നാണ് കണ്ടൻറ് എന്ന സംഭവം. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് കോപ്പി കണ്ടൻറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഇല്ല എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. പെയ്ഡ് ടൂളുകളുണ്ട്, ഫ്രീ ടൂൾസുകളുണ്ട്, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയുകയെന്ന് വെച്ചാൽ മാനുവലായിട്ട് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യാം. കാരണം ഇത് ബേസിക്സാണ്. ഈ ബേസിക്സിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് എഗെയിൻ നമ്മുടെ മൊത്തം വർക്കും റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മളൊരു റാങ്കിങ്ങിൻ്റെ സ്റ്റേജിൽ വരെ എത്തിയിട്ട് നമുക്ക് റാങ്കിങ് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൺ ടൈം എഫേർട്ടായി മാറില്ലത്. പക്ഷേ ഒരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇനീഷ്യലി നമുക്കൊരു 2-3 ദിവസം എടുത്ത് ഫിനിഷ് ചെയ്യാം. എത്ര വലിയ സൈറ്റാണെങ്കിലും എത്ര ചെറിയ സൈറ്റാണെങ്കിലും മാനുവലി തന്നെ ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യുക. അതില്ലാന്ന് നമ്മളൊരു ഉറപ്പ് വരുത്തുക. അതെങ്ങനെയാണ് ഞാൻ ഡയറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒരു സൈറ്റ് എടുത്തിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബേസിക്കാണ്. ഇപ്പം കണ്ടൻറ്റിൻ്റെ യൂണീക്ക്നെസ് മാത്രമാണ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക. റെലവൻസ് എന്നുള്ള സാധനം നമ്മൾ കണ്ടൻറ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കുക തന്നെ ചെയ്യണം. ഇതൊക്കെ SEOയുടെ ബേസിക്സുകളാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിലും വെബ്സൈറ്റ് ഉള്ളവരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എന്നിട്ട് ചെയ്യുന്നവരെ കൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, മാനുവലി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങളുടെ സൈറ്റിൻ്റെ റാങ്കിങ് മൊത്തമായിട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിങ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് വരികയും ചെയ്യും. സോ അത് കാണിച്ചു തരാം. മാനുവലി ചെക്ക് ചെയ്യുന്ന ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു. ഇതിൻ്റെ കണ്ടൻറ് ചെക്കിങ് ഞാൻ കാണിച്ചു തരാം. ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേജാണ്. ഇതിൻ്റെ എല്ലാ പേജുകളും നമ്മൾ മാനുവലായിട്ട് തന്നെ കണ്ടൻറ്റുകൾ മൊത്തം ചെക്ക് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പോയിൻ്റ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, പ്രൈവറ്റ് വിൻഡോ, നമ്മളിത് നോർമൽ വിൻഡോയിലെടുത്ത് നോക്കരുത്. നമ്മളെന്തായാലും പ്രൈവറ്റ് വിൻഡോ മാത്രം യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ കോപ്പി ചെയ്യും. എന്നിട്ട് നേരെ പ്രൈവറ്റ് വിൻഡോയിൽ കൊണ്ട് സെർച്ച് ചെയ്യും. ഇതേ കണ്ടൻറ്റ് വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലുണ്ടെങ്കിൽ ഇതുണ്ട്, ഇതിങ്ങനെ ബോൾഡ് ചെയ്ത് കാണിച്ചു തരും. ഇത് നമ്മളെടുത്ത വെബ്സൈറ്റ് ആണോ നോക്കട്ടെ. ഇത് നമ്മളെടുത്ത അതേ വെബ്സൈറ്റാണ്. നേരെ മറിച്ച് ഈ കണ്ടൻറ്റ് വേറെ ഏതെങ്കിലും വെബ്സൈറ്റാണ് ഇതിന് ഫസ്റ്റ് വരുന്നതെങ്കിൽ നമ്മളെടുത്ത വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് കണ്ടൻറ്റ് കോപ്പിയും നമ്മൾ ചെയ്യാത്ത, അതായത് വേറെ ഏതോ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതിനർത്ഥം. ഇതിങ്ങനെ നോക്കിയാൽ പോരാ, ഓരോ സെൻറ്റൻസും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് 1-2 സെൻറ്റൻസ് അറ്റ് എ ടൈം നമുക്ക് പ്ലേസ് ചെയ്തിട്ട് ഗൂഗിൾ റിസൾട്ട് കാണിച്ചു തരും. ഇതുണ്ടോ, സെയിം വെബ്സൈറ്റിൻ്റെയാണ് വരുന്നത്. ഇനിയിപ്പം മൊത്തത്തിൽ ബോൾഡായി വന്നിട്ടില്ലെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. വേറെ ഒരു സൈറ്റിൻ്റെ പോലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫുള്ളി ബോൾഡായിട്ട് ഇങ്ങനെ വരരുത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈറ്റിൻ്റെ ഉള്ളിൽ ഈ കണ്ടൻറ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ സൈറ്റിൻ്റെ ഇൻറ്റേർണലി ആണെങ്കിലും വലിയ ഇഷ്യൂസ് ഇല്ല, നമുക്കൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഓരോ സ്റ്റേജിൽ വരുന്ന സമയത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. പക്ഷേ വേറൊരു വെബ്സൈറ്റിൻ്റെ കണ്ടൻറ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വേറെ വെബ്സൈറ്റാണ് ഇതുണ്ട്, ഇതേ കണ്ടൻറ് ഇങ്ങനെ ബോൾഡായിട്ട് വേറെ വെബ്സൈറ്റ് എവിടെ കാണിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ആ സൈറ്റിൽ നിന്ന് നമ്മൾ കോപ്പി എടുത്തതായിട്ട് ഗൂഗിൾ കൺസിഡർ ചെയ്തെന്നതിനർത്ഥം. കോപ്പി എടുത്തതാണെങ്കിലും അല്ലെങ്കിലും, പക്ഷേ മോസ്റ്റ് കേസിൽ കോപ്പി എടുത്തതായിരിക്കും. ആണെങ്കിലും അല്ലെങ്കിലും ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈറ്റിലെ കണ്ടൻറ്റ് മറ്റു സൈറ്റിലെ കണ്ടൻറ്റ് കോപ്പിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ബേസിക്കാണ്. ഈ സാധനം ഫിക്സ് ചെയ്യാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആകില്ല. ഇപ്പോൾ ഇതുണ്ട്, ഈ ഒരു സെൻറ്റൻസ് ഇത് കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് എവിടെയും കൊണ്ടോ ഒരു ഡയറക്റ്റായിട്ട് ബോൾഡ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഒന്നിലും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കേസിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നേരെ മറിച്ച് സെയിം സാധനം ബോൾഡായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്താ അർത്ഥം, കോപ്പി കണ്ടൻറ്റാണ്, നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് മാനുവലായിട്ട് ഈ കണ്ടൻറ്റ് ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുന്നത്. ഇനി പെയ്ഡ് ടൂളുകളുണ്ട്, ഫ്രീ ടൂൾസുകളുണ്ട് കേട്ടോ.
ഈ സ്മോൾ SEO ടൂൾസ് എന്ന് പറഞ്ഞ സൈറ്റുകളുണ്ട്, പല സൈറ്റുണ്ട്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കുക. അതായത് ഫ്രീ കണ്ടൻറ് ചെക്കിങ്ങോ ഫ്രീ പ്ലാഗറിസം ചെക്കിങ്ങോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ സംഭവങ്ങൾ കിട്ടും. ആർക്കും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.